നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ന്യൂവസ്റ്റ് മീഡിയ പോസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ തന്നെയാണ്. ഇന്നലത്തെ ന്യൂസ് പ്രകാരം ലൈംഗിക അധിക്ഷേപത്തിൽ റിമാൻഡിലായ വ്യവസായി എന്നാണ് പറയുന്നത്. അതായത് ജാമ്യ ഹർജി സമർപ്പിച്ച സമയത്തുള്ള ഒരു ന്യൂസായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിക്കണമെന്ന ആവശ്യമുണ്ടായിരുന്നെങ്കിലും സർക്കാരിൻ്റെ വിശദീകരണം അടക്കം ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു ന്യൂസായിരുന്നു അത്. അതൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുമല്ലോ. ബോബിയെ ഇന്നലെ രാവിലെ ജയിലിൽ ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു രക്തസമ്മർദ്ദം ഉണ്ടെന്നും അത് വഴി കോടതി മുറിക്കുള്ളിൽ ചിലപ്പോൾ കുഴഞ്ഞു വീഴാൻ സാധ്യത ഉണ്ടെന്നും വിലയിരുത്തുകയും പിന്നെ അതിൽ നിന്ന് നടത്തിയ ഒരു വൈദ്യ പരിശോധനയിലാണ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് വ്യക്തമായത്. തൻ്റെ കാലിനൊരു ചെറിയ പരുക്കുണ്ടെന്നുള്ളത് ജയിലിൽ കയറുന്നതിന് മുമ്പേ ബോബി പറഞ്ഞിരുന്നെങ്കിലും അത് തീർച്ചയായിട്ടും ഒരു വൈദ്യ പരിശോധനയോടെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും കോടതിയുടെ ഒരു വശത്തിൽ നിന്നുള്ള ന്യൂസ് പറയുന്നത് സർക്കാരിൻ്റെ മറുപടി വൈകുന്നു, അല്ലെങ്കിൽ അവർക്ക് നൽകണം. അതുകൊണ്ട് സർക്കാരിൽ നിന്നൊരു ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരട്ടെ, അതുകൊണ്ട് കേസ് മാറ്റി വയ്ക്കുകയാണ്. അങ്ങനൊരു ഡിസിഷൻ എടുക്കുകയായിരുന്നു അവസാനം കോടതിയിൽ നിന്ന് ഉണ്ടായ ലാസ്റ്റ് ഇൻഫർമേഷൻ. എന്താണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറച്ചും കൂടെ തെളിവുകൾ ഹാജരാക്കാനുണ്ടെന്നും മജിസ്ട്രേറ്റ് അതൊന്നും ചിലപ്പോൾ അത് പരിഗണിക്കാൻ കുറച്ചും കൂടെ സമയം വേണം എന്നുള്ളതുമാണ് ഒരു പരിധിവരെ നമുക്ക് ഇതിൽ നിന്ന് കാണാനും കേൾക്കാനും കഴിയുന്നത്. പിന്നെ ഹണി റോസിൻ്റെ സൈഡിൽ നിന്നും സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം മെസ്സേജുകൾ വരികയും അതുവഴി ഉള്ളൊരു പ്രയാസങ്ങളും അവരും അനുഭവിക്കുന്നുണ്ടെങ്കിലും വ്യക്തമായ ഒരു ന്യൂസ് ഇപ്പോൾ പോലീസ് അഭ്യർത്ഥനകളിൽ നിന്ന് കിട്ടുന്നത് കാക്കനാട് ജയിലിൽ കഴിയുന്ന അല്ലെങ്കിൽ നമ്മുടെ മെയിൻ കുറ്റാരോപിതനായ ബോബിയുടെ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഹൈക്കോടതി ഇപ്പോൾ അത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി വച്ചിരിക്കുകയാണ്. ഒരു കേസിന് എന്ത് അടിയന്തര ആവശ്യമാണ് അല്ലെങ്കിൽ പ്രാധാന്യമാണ് എന്ന് ഏതോ ഒരു ജസ്റ്റിസ് ചോദിച്ചപ്പോൾ, അതായത് PV കൃഷ്ണൻ, കുഞ്ഞികൃഷ്ണൻ സാറ് ചോദിച്ചു. ഇതൊരു സാധാരണ കേസ് മാത്രമാണ്, ഒരു സ്പെഷ്യാലിറ്റിയും ഇല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇത് ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ന്യൂസ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ടും ആയിരിക്കാം ഈ ഒരു കേസ് പെട്ടെന്ന് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് അത് ബോബിയെ പോലുള്ള ഒരു ബിസിനസ്മാനെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള വാക്കുകൾ പറയാതിരിക്കട്ടെ, കുറച്ച് ദിവസം അദ്ദേഹം ജയിലിരിക്കുമ്പോൾ കുറച്ച് കുറയുമല്ലോ എന്നൊരു നിഗമനമാണ് ഒരു പരിധിവരെ കോടതിയുടെ വശത്തു നിന്ന് കാണുന്നത്. അത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാകാം. അദ്ദേഹവും അത് അറിയട്ടെ. അതുകൊണ്ട് സമൂഹത്തിൽ നമ്മൾ ഒരു കമൻറ്റ് ചെയ്യുമ്പോൾ, ഒരു വാക്ക് പോലും പറയുമ്പോൾ അത് വേറൊരു ആൾക്ക് എങ്ങനെ അത് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ അത് അറിയാനുള്ളൊരു തീർച്ചയായിട്ടും അത് അറിയാനുള്ളൊരു ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും ബോബി ചെമ്മണ്ണൂർ പോലൊരു വ്യവസായി ആണെങ്കിലും അദ്ദേഹവും അതിൻ്റെ ഒരു നിഷ്പക്ഷമായുള്ള കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി വരുമെന്നും ഒരു മെച്യൂരിറ്റി എല്ലാ രീതിയിലും അദ്ദേഹത്തിനുണ്ടെന്നും എനിക്ക് വിശ്വാസമുണ്ട്. എന്നിരുന്നാലും ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ പറയാൻ നിങ്ങളും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതിനാൽ ഇതിൽ കൂടുതൽ ഡിസ്കഷൻസ് ഉണ്ടാകട്ടെ, കമൻറ്റുകൾ രേഖപ്പെടുത്തൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ തീർച്ചയായിട്ടും കാണാത്തവരും അല്ലെങ്കിൽ കണ്ടവരും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരികയും നമുക്ക് വിശദമായിട്ടൊരു ഡിസ്കഷന് വേണ്ടി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ.